നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയർ MBA സിലബസ് ഡീകോഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഓറിയന്റേഷൻ ഈ ഒരു സെഷനോടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരും. ആഫ്റ്റർ ടൈം ടേബിൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയതുപോലെ ലൈവ് സെഷൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. ഇന്നിപ്പം എൻ്റെ കൂടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ തന്നെ സ്നേഹ മാം ഉണ്ട്. കൂടാതെ തന്നെ ഈ സെഷനകത്ത് എൻ്റെ കൂടെ ദുർഗ മാം ഉണ്ട്, പിന്നെ താസിൻ മാം. ഇത്രയും പേര് നമ്മുടെ കൂടെ ഈ ഒരു സെഷനകത്ത് ഉണ്ട്. നമുക്ക് സെഷൻ ഒന്ന് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു സെഷനകത്ത് നമ്മൾ സെക്കൻഡ് ഇയർ അഡ്മിഷൻ സെക്കൻഡ് ഇയർ നമുക്ക് MBA സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതൊന്നുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് ഈ സെഷനകത്ത് നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? കോഴ്സ് ഓഫ് കമ്പോസിഷൻ ഓഫ് കോഴ്സ്, അതേപോലെ തന്നെ സിലബസിലെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നു, പിന്നെ പ്രോഗ്രാം കംപ്ലീഷൻ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ഓറിയന്റേഷനകത്ത് പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സെക്കൻഡ് ഇയറിലും സബ്ജക്റ്റിന്റെ വൈസിൽ മാത്രമേ നമുക്ക് ചേഞ്ചസ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ബേസിക് ഫാക്ട്സ് ആണ്. ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ MBA പ്രോഗ്രാമിൽ നമ്മുടെ പ്രോഗ്രാം കോഡാണ് MBA എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം കോഡിന്റെ കൂടെ നിങ്ങൾ ഏതാണോ ഇലക്റ്റീവ് എടുത്തിരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ സൈഡിൽ MBA HM, MBA FM, MBA MM, MBA OM എന്നായിരിക്കും നിങ്ങൾക്ക് തേർഡ് സെം തൊട്ട് നിങ്ങളുടെ പ്രോഗ്രാം കോഡായിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ HM, അതേപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്യുന്നവരാണെങ്കിൽ FM, മാർക്കറ്റിംഗ് ആണെങ്കിൽ MM, അതുപോലെ ഓപ്പറേഷൻസ് ആണെങ്കിൽ OM എന്നായിരിക്കും നിങ്ങൾക്ക് MBAയുടെ കൂടെ ചേർത്ത് വരുന്നുണ്ടാവും. പിന്നെ പ്രോഗ്രാം വൈസ് കോഴ്സ് ടെർമിനോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, MBA എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമും, കോഴ്സ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത്, ഈ ഒരു കോഴ്സ് നമുക്ക് അറിയാവുന്നതാണ്. ഓരോ കോഴ്സിനെയും പല ബ്ലോക്കുകളായിട്ടും പല യൂണിറ്റുകളായിട്ടും ലെസൺസ് ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഏറ്റവും ലഘുവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലിഫൈ ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. പിന്നെ ക്രെഡിറ്റ്സ്, നിങ്ങൾക്കറിയാം ക്രെഡിറ്റ്സ് എന്നാൽ എന്താണ്? നമുക്കൊരു സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജിനെയാണ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തേർഡ് സെമ്മിൽ മാത്രം ക്രെഡിറ്റ്സിന് ഒരു ചേഞ്ച് വരുന്നുണ്ട്, 32 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഈക്വൽ ആയിട്ട് തന്നെയാണ് പോകുന്നത്, 28 ക്രെഡിറ്റ്സ് തന്നെയാണ് പോകുന്നത്. പിന്നെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് 2 വർഷത്തെ ഡ്യൂറേഷൻ ആണ്, 2 ഇയർ ഡ്യൂറേഷൻ ആണ്. അതിനൊരു ഫ്ലെക്സിബിലിറ്റി ആണ്, 4 ഇയേഴ്സ് ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇതിൽ ഉണ്ട്. ഇതൊക്കെ ബേസിക് ഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇതിവിടെ തൊട്ട് മുമ്പ് പറയുന്നതും നമുക്ക് 28 കോഴ്സുകളാണ് MBA പ്രോഗ്രാമിൽ ഓവറോൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 28 കോഴ്സുകളിലേക്ക് നമുക്ക് എത്ര ക്രെഡിറ്റ്സ് ആണ് ടോട്ടൽ വേണ്ടത്? 116 എന്ന് വെച്ചാൽ 116 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സിലബസും കാര്യങ്ങളുമാണ്. അപ്പം സെക്കൻഡ് ഇയറിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സെക്കൻഡ് ഇയറിൽ നമുക്ക് എത്ര കോഴ്സ് പഠിക്കാനുണ്ട്? 14 കോഴ്സ്, 14 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അതിനെല്ലാം കൂടെ ഉള്ള ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 60 ആണ്. 60 ക്രെഡിറ്റ്സ് ആണ് വേണ്ടത്. അതിൽ തേർഡ് സെമസ്റ്ററിൽ നമുക്ക് 7 കോഴ്സ് പഠിക്കാനുണ്ട്. 7 കോഴ്സ് പഠിക്കാനായിട്ട് നമുക്ക് എത്രയാണ് ക്രെഡിറ്റ്സ് ഉള്ളത്? 32 ക്രെഡിറ്റ്സ് ആണുള്ളത്. അതേപോലെ ഫോർത്ത് സെമ്മിൽ 7 കോഴ്സ് ആണ് പഠിക്കാനുള്ളത്, 28 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് അവിടെ വേണ്ടത്. അടുത്തതാണ് നമ്മൾ ഡീപ് ഡൈവ് ആണ്. നമ്മളുടെ തേർഡ് സെമ്മിലെ കോഴ്സും കാര്യങ്ങളുമാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. തേർഡ് സെമ്മിൽ നമുക്ക് 3 കോർ പേപ്പറും 4 ഇലക്റ്റീവും ആണ്. 3 കോർ പേപ്പർ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് ഏത് സ്ട്രീം എടുത്തവരായിക്കോട്ടെ, ഏത് സ്പെഷ്യലൈസേഷൻ എടുത്തവരായിക്കോട്ടെ, നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട പേപ്പറുകളെയാണ് കോർ പേപ്പറുകൾ എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് സെമ്മിൽ നമുക്ക് 3 കോർ പേപ്പറും 4 ഇലക്റ്റീവുകളാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് കോർ പേപ്പർ ആണ് MMPC 015 Research Methodology for Management Decision, MMPC 016 International Business Management, MMPP 001 Project Course എന്ന് പറയുന്നത്. ഈ 3 നമ്മുടെ കോർ കോഴ്സ് ആണ്. അപ്പം ഫസ്റ്റ് കോർ കോഴ്സ് ഏതാന്ന് നോക്കാം. റിസർച്ച് മെത്തഡോളജി ആണ് ഫസ്റ്റ് കോർ കോഴ്സ്, MMPC 15 എന്ന് പറയുന്നത്. അപ്പൊ ഈ റിസർച്ച് മെത്തഡോളജിയുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെയാണ്, തേർഡ് സെമ്മിൽ തന്നെയാണ് നമുക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പ്രൊജക്ടിന്റെ ബേസിസിൽ എന്തെല്ലാം റിസർച്ച് സ്റ്റഡീസ് ആണ്, ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവിടെ നമുക്ക് സ്റ്റാറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ എടുക്കേണ്ടി വരാറുണ്ട്. അതിലൊക്കെ നമുക്ക് റിസർച്ച് സ്കിൽ വളരെയധികം അത്യാവശ്യമാണ്.
ഓക്കെ. അപ്പം റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് ഡിസിഷൻസിൽ അല്ലെ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വിലപ്പെട്ട ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾക്കതിൽ റിസർച്ചിന്റെ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യർ എടുക്കാം, അതേപോലെ തന്നെ സ്കെയിലിംഗ് മെത്തേഡ്സ് എടുക്കാം, ഡേറ്റ കളക്ഷനകത്ത് വരുന്ന പ്രൈമറി സെക്കൻഡറി ഡേറ്റ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടെത്തുന്ന കാര്യങ്ങളെല്ലാം ഏതൊരു സബ്ജക്റ്റിലാണ്? റിസർച്ച് മെത്തഡോളജിയിലാണ്. ഒരു പ്രൊജക്ട് ഉള്ളത് കൊണ്ട് തന്നെ തേർഡ് സെമ്മിൽ നമുക്ക് പ്രൊജക്ട് ഉള്ളത് കൊണ്ട് തന്നെ ബേസിക് ആയിട്ട് ഒരു സബ്ജക്ട് നോളേജ് ആണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലും. ക്വസ്റ്റ്യറിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ പ്രൊജക്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ തന്നെ നമുക്ക് സ്കെയിലിംഗ് ഒക്കെ വരുന്ന സമയത്തൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സബ്ജക്റ്റ് ആണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് MMPC16 എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ MMPC 001 ഫസ്റ്റ് സെമസ്റ്ററിൽ മാനേജ്മെന്റ് എന്താന്ന് പഠിച്ചു. അതിലൊരു ബൗണ്ടറി ലെവൽ ഉണ്ടായിരുന്നു. ഇത് അതിനതീതമായി ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു, ഒരു ഗ്ലോബൽ കോണ്ടെസ്റ്റിൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തീം എന്താണ് എന്നാണ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റിൽ പറയുന്നത്. ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി ആൻഡ് എ പ്രാക്ടീസ് ദാറ്റ് ഫോക്കസ് ഓൺ ദ ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് എ ബിസിനസ് ദാറ്റ് ഓപ്പറേറ്റ് ഇൻ ഗ്ലോബൽ കോണ്ടെസ്റ്റ്. ഒരു ഗ്ലോബൽ കോണ്ടെസ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ കാര്യങ്ങളെ പറ്റി, എങ്ങനെയാണ് അവർ ടാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ഓരോ ഓപ്പറേഷൻസും അവർ നടത്തുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഗ്ലോബൽ കോണ്ടെസ്റ്റിൽ നമ്മൾ പഠിക്കുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് നമ്മളുടെ സബ്ജക്റ്റ്. അടുത്ത സബ്ജക്റ്റ് ആണ് നമ്മളുടെ MMPP 001. ഇവിടെ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഇതിന്റെ ഒരു കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പം ഇവിടെ MMPP 001 എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ആണ്. പ്രൊജക്റ്റിന് നമുക്ക് 8 ക്രെഡിറ്റ് ആണ് ഉള്ളത്. വാല്യൂ കൂടുതലാണ്, 8 ക്രെഡിറ്റ് ആണ്, കമ്പൽസറി ആണ്. അതുകൊണ്ടാണ് കോർ പേപ്പറിനകത്ത് വന്നിരിക്കുന്നത് കമ്പൽസറി ആണ്. ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഏതാണോ അവിടെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. സ്പെഷ്യലൈസേഷൻ HR എടുത്തിരിക്കുന്നെങ്കിൽ HRന്റെ ബേസിസിൽ, ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസിനെ ബേസ് ചെയ്ത്, ഓപ്പറേഷൻസ് ആണെങ്കിൽ ഓപ്പറേഷൻസിന്റെ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്ത് പ്രൊജക്ട് ചെയ്യുന്നതാണ് നമുക്ക് അക്കാഡമിക്കലി ഹെൽപ്ഫുൾ എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 8 to 9 months, 8 തൊട്ട് 9 മാസം വരെ. പിന്നെ ഒരു നമ്മളുടെ പ്രോഗ്രാമുകളിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ബിഫോർ കംപ്ലീറ്റിംഗ് യുവർ 4th സെമസ്റ്റർ, നിങ്ങളുടെ 4ാമത്തെ സെമസ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഗൈഡിന്റെ കാര്യങ്ങളാണ്. ഗൈഡിന്റെ ഡീറ്റെയിൽസ് പൊതുവേ നമുക്ക് ഷെയർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് റീജിയണൽ സെന്റർ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റഡി സെന്ററിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. സ്റ്റഡി സെന്റർ അല്ലെങ്കിൽ റീജിയണൽ സെന്ററിൽ നിന്നാണ് ഗൈഡിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ഗൈഡ് നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ നമുക്ക് എടുത്ത് സെലക്ട് ചെയ്ത ഗൈഡിന് സ്റ്റുഡൻസ് കൗണ്ട് ഓവറായി കഴിഞ്ഞെങ്കിൽ നമുക്ക് അനദർ സോഴ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഗൈഡിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഏതാണോ, നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ ഏതാണോ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള 5 years എക്സ്പീരിയൻസ് ഉള്ള, മിനിമം 5 years എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളെ ആയിരിക്കണം നമ്മൾ ഗൈഡായിട്ട് എടുക്കേണ്ടത്. അടുത്തത് ഇലക്റ്റീവ് പേപ്പറുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 4 ഇലക്റ്റീവ് പേപ്പറുകളാണുള്ളത്. ഏതൊക്കെയാണ്? HRM ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് 4 ഇലക്റ്റീവ് ആണ്. അപ്പൊ അതിൽ HR നമുക്ക് പഠിക്കാൻ 4 സബ്ജക്റ്റുകളാണ്, ഫിനാൻസിൽ നമുക്ക് 4 സബ്ജക്റ്റുകൾ, മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ 4, അതേപോലെ ഓപ്പറേഷൻസിലും 4 സബ്ജക്റ്റുകളാണ് ഇലക്റ്റീവ് ബേസിസിൽ നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് സെമ്മിൽ. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമുക്ക് 4 സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു. MMPH അത് ഓർത്തുള്ളത് നിങ്ങളുടെ കോഡ്, കോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ MMPH 001, MMPH 002, MMPH 004, MMPH 007. ഇത്രയാണ് നമ്മളുടെ തേർഡ് സെമസ്റ്ററിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇലക്റ്റീവ് ആയിട്ട് എടുത്ത സ്റ്റുഡൻസിനുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഓർഗനൈസേഷൻ തിയറി ആൻഡ് ഡിസൈൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സെക്കൻഡ് സെമസ്റ്ററിൽ ഓർഗനൈസേഷൻ എന്താണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തിയറിയെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത്. കൂടാതെ ഒരു ബിസിനസ് എൻവിറോൺമെന്റിലും ടെക്നോളജിയിലും സൊസൈറ്റിയൽ ട്രെൻഡ്സും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതൊക്കെ എങ്ങനെ തന്റെ ബിസിനസിനെ ബാധിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഓർഗനൈസേഷൻ തിയറി ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി തിയറി പേപ്പറാണ്. HRലെല്ലാം തിയറി പേപ്പറുകൾ തന്നെയാണ്.
പിന്നീടുള്ളത് MMPH002 ആണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഓൾറെഡി നമ്മൾ HRM പഠിച്ചതാണ്. HRMനകത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് HRD എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്താണ്, ഒരു ഓർഗനൈസേഷൻ ലെവലിൽ നമ്മൾ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, കൂടാതെ ഓർഗനൈസേഷൻ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നതിലും ഓവറോൾ സക്സസിലും എംപ്ലോയീസിനുള്ള പ്രാധാന്യം എന്ത് എന്ന് നമ്മൾ HR പഠിച്ചതാണ്. അതിനെ ഒരു ഡീപ്പ് ഡൈവ് ആയിട്ട് പഠിക്കുകയാണ് ഇവിടെ. അപ്പോൾ എംപ്ലോയീസിന്റെ കരിയർ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് MMPH002 എന്ന് പറയുന്നത്. അടുത്തത് MMPH004 ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയർ റിലേഷൻ ആണ്, IR. അവിടെ നമ്മൾ ട്രേഡ് യൂണിയന്, ഫാക്ടറി ആയിട്ട്, ലോയുമായിട്ട് ബന്ധപ്പെട്ട്, നിയമവശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് നീഡ്സ്, ഒരു എംപ്ലോയിക്ക് തന്റെ സ്ഥാപനം കൊടുക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് IR എന്ന് പറയുന്നത്. അതൊരു ബ്രോഡർ ലെവലിൽ നെഗോസിയേഷൻ എന്താണ്, കളക്റ്റീവ് ബാർഗൈനിങ് എന്താണ്, ലോ എന്താണ്, വർക്ക് പ്ലേസ് കണ്ടീഷൻസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, ഒരു ഗ്രീവൻസസ് വന്നാൽ എങ്ങനെ റിഡ്രസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ട്രേഡ് യൂണിയനായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് പോർഷൻസ് HR ലാസ്റ്റ് ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സെമിസ്റ്റർ 1. അതിന്റെ ഒരു ഇലാബറേറ്റീവ് ഫോം ആണ് MMPH004 എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് MMPH007 കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഈ പറയുന്ന സബ്ജക്റ്റ് നമ്മൾ HR പഠിച്ചതാണ്, ഒരു ബ്ലോക്ക് ആയിട്ട് പഠിച്ചതാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. എങ്ങനെയാണ് നമ്മളൊരു സാലറി ഫിക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് DNS അലവൻസ് എന്തൊക്കെയാണ്. അപ്പൊ ഇതിൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത്, ഇപ്പൊ എംപ്ലോയിക്ക് എന്തെങ്കിലും ഒരു ഡിസേബിലിറ്റി ഉണ്ടാവുന്നു, അത് ചിലപ്പോൾ ഫുള്ളി ആയിരിക്കാം, പാർഷ്യലി ആയിരിക്കാം. അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനം കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതേപോലെ റിട്ടയർഡ് ആവുന്നവർക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ PF അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു പേപ്പറാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഈ MMPH007 കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 3 കോർ പേപ്പറും ഒരു ഇലക്ടീവിന്റെ സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതില് പ്രോബ്ലം ആസ്പെക്ട്സിൽ വരുന്ന, ഞാൻ HR ഇലക്ടീവ് എടുത്തവർക്ക് പറയുവാണ്, നിങ്ങൾക്ക് പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ റിസർച്ച് മെത്തഡോളജി മാത്രമേ ഉള്ളൂ. റിസർച്ച് മെത്തഡോളജിയിൽ തേർഡ് ബ്ലോക്കിൽ നേരത്തെ QTയിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, കൈസ്ക്വയർ ടെസ്റ്റ്, ഹൈപ്പോതെസിസ്, അങ്ങനെയുള്ള കുറച്ച് സാമ്പിളിങ്ങിന്റെ കുറച്ച് പ്രോബ്ലം കാര്യങ്ങളൊക്കെ തേർഡ് ബ്ലോക്കിൽ റിസർച്ചിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ HR എടുത്തവർക്ക് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ഉണ്ടെങ്കിൽ തന്നെ കോമ്പൻസേഷന്റെ പോർഷൻസിൽ ജസ്റ്റ് PFന്റെ കാൽക്കുലേഷനോ കാര്യങ്ങളോ ഉള്ളൂ. അത് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പേപ്പറുകൾ എന്ന് പറയുന്നത്. അടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ തിയറി കം പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഫസ്റ്റ് എന്ന് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് MMPF001, MMPF002, MMPF003 ആൻഡ് MMPF006 എന്ന് പറയുന്ന സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ നമ്മളൊരു ഷോർട്ട് ടൈം പീരീഡിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയെ പറ്റി പഠിക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈമിലേക്കുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നേരെ തിരിച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് MMPF002 എന്ന് പറയുന്നത് ലോങ് ടൈം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി എങ്ങനെയാണ് ലോങ് ടൈം ആയിട്ടുള്ള അസറ്റ്സ് ലോങ് ടൈം അസറ്റ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് എവിടെ വരുന്നത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത്. ഇത് രണ്ടും നമുക്ക് പ്രോബ്ലം പേപ്പർ ആണ്. പിന്നീടുള്ളത് MMPF003 മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് തിയറി പേപ്പർ ആണ്. ഇവിടെ നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ച സ്ട്രാറ്റജിക് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ജനറൽ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ് അവർ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൽ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ആസ്പെക്ട്സിൽ എങ്ങനെയാണ് ഇതേ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതും തിയറി പേപ്പർ ആണ്. പിന്നെ MMPF006 എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഒരു ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്, എങ്ങനെ പ്ലാനിങ് ചെയ്യുന്നു, ഓർഗനൈസിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സാധാരണ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെന്റിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നു, എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്നു, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ MMPF006 മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസിൽ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 2 പ്രോബ്ലം പേപ്പർ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും പ്രോബ്ലം ആണ്. ബാക്കി രണ്ടും തിയറി ആസ്പെക്ട്സിലുള്ള സബ്ജക്റ്റുകളാണ്.
അടുത്തത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നമുക്ക് 4 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അത് MMPM001, MMPM002, MMPM003, MMPM005. അതിൽ ഫസ്റ്റ് ആണ് കസ്റ്റമർ ബിഹേവിയർ. കസ്റ്റമർ ബിഹേവിയർ മാർക്കറ്റിംഗിന്റെ സബ്ജക്റ്റുകളെല്ലാം വളരെ സിമ്പിൾ ആണ്. അത് ഈസിയാണ് പഠിക്കാൻ, നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ, നമുക്ക് ദിവസവും നമ്മൾ കാണുന്ന പല കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന, ഇപ്പൊ ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് മാർക്കറ്റിംഗിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതില് കസ്റ്റമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറിന്റെ ഇമോഷൻസ് എന്തൊക്കെയാണ്, തോട്ട്സ് എന്താണ്, ആക്ഷൻസ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കി നമുക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നതിനെ ബേസ് ചെയ്തുള്ള ഒരു സബ്ജക്റ്റ് ആണ് കസ്റ്റമർ ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സെയിൽസ് ടേൺ ഓവർ കൂട്ടാം, അല്ലെങ്കിൽ ഏതൊക്കെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം സെയിൽസ് പ്രോസസ്സ് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം, അതിലൂടെ റവന്യൂ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള സബ്ജക്റ്റ് ആണ് സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ്. എങ്ങനെ തന്റെ പ്രോഡക്റ്റിനെ ഒരു ബ്രാൻഡ് ആക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ അതിനെ ആ ഒരു ലോയൽറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ MMPM005 എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഓഫ് സർവീസ്. സർവീസിനെ എങ്ങനെ മാർക്കറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതിലൂടെ എങ്ങനെ നമുക്ക് വാല്യൂ അല്ലെങ്കിൽ റവന്യൂ കൂട്ടാം എന്നതിനെ ബേസ് ചെയ്താൽ. അത് അവിടെ നമുക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അതിൽ നമുക്ക് എങ്ങനെ, ഇപ്പൊ നമുക്കറിയാം ഒരു റൂം സർവീസ് അല്ലെങ്കിൽ നമുക്കൊരു ഫുഡ് ഡെലിവറി ചെയ്യുന്ന, അപ്പൊ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ അവര് തരുന്ന ആ ഇൻടാഞ്ചിബിളിന് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. അതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇതിലെല്ലാം തന്നെ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അവിടെ ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്തായിട്ട് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇച്ചിരി വൈഡ് കോൺസെപ്റ്റ് ആണ്, പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആണ്. അതിൽ നമുക്ക് 4 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. MMPO001, MMPO002, MMPO005, MMPO006. 4 കോഴ്സുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ OR ആണ്, ഓപ്പറേഷൻസ് റിസർച്ച് ആണ്. ഒരു ടഫസ്റ്റ് സബ്ജക്റ്റ് ആണ് തന്നെ പറയും. ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, പ്രോബ്ലം ആണ്. കംപ്ലീറ്റ് ആയിട്ടൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് മാത്തമാറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ കയറ്റി അയക്കും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ലോഡിംഗ് കോസ്റ്റ്, ഇതൊക്കെ നമ്മൾ എങ്ങനെ അസൈൻമെന്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു സാധനം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ അറേഞ്ച് ചെയ്ത് വെയർ ഹൗസിംഗിൽ വെക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. MMPC009 അത് മെറ്റീരിയൽ മാനേജ്മെന്റിനകത്ത് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ പ്രോബ്ലം ആയിട്ട് ചെയ്തു പോവാണ്. അസൈൻമെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, സിംപ്ലസ്റ്റ് ടേബിൾ, അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലം ആയിട്ട് ഉള്ള ഒരു പേപ്പറാണ് OR എന്ന് പറയുന്നത്. അത്യാവശ്യം കഠിനമാണ് ഈ ഒരു പേപ്പർ. അടുത്തത് MMPO002 എന്ന് പറയുന്ന പ്രൊജക്ട് മാനേജ്മെന്റ് ആണ്. മീൻസ് നമ്മളൊരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുന്നു. അതിനെ നമുക്ക് എങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാം. ഫ്രം എന്താണ് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ എന്തെല്ലാം കാര്യങ്ങൾ, എത്ര സമയം, എന്തുമാത്രം ബഡ്ജറ്റ് നമ്മൾ ഇതിൽ എടുത്തിരിക്കണം എന്നതിനെ വെൽ പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നതിനെയാണ് പ്രൊജക്ട് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മുടെ തന്നെ പ്രൊജക്ട് എന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ന് എൻഡ് ചെയ്യണം, അതിന് ഞാൻ എന്തുമാത്രം സമയം ചെലവഴിക്കണം, എന്തുമാത്രം കോസ്റ്റ് ഞാൻ കൊടുക്കണം എന്ന് വെൽ പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നതിനെയാണ് പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് MMPO005 ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന എൻക്വയറി വരുന്നതാണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉള്ള സബ്ജക്ട് ഏതാണ്, അതിലത് എടുത്താൽ എന്താണ്. ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സിനെ അല്ലെങ്കിൽ ഇൻവെന്ററിയെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കൂടാതെ വെയർ ഹൗസിങ്, അതിന്റെ മൂവ്മെന്റ്സ്, അതിനെയൊക്കെ കൂടുതൽ എന്താണ് കോസ്റ്റ് കൺസ്യൂമിങ് ആക്കി അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ് ആക്കി കൊണ്ടുവരുന്ന രീതിയെ പറ്റിയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു റിസോഴ്സിനെ നമുക്ക് എങ്ങനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാമെന്നും പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്.
ദെൻ ദ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞ MMPO 006 ആണ്, മെറ്റീരിയൽ മാനേജ്മെന്റ്. നിങ്ങൾ പഠിച്ച MMPC 009ന്റെ ഇലാബറേറ്റ് ഫോം ആണ്. അവിടെ പഠിച്ച പല കാര്യങ്ങളും ഇച്ചിരി ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നു എന്നേ ഉള്ളൂ MMPO 006 എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ തേർഡ് സെമ്മിലെ ഇലക്റ്റീവിന്റെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം. അടുത്തത് നമ്മൾ ഫോർത്ത് സെമ്മിന്റെ കാര്യങ്ങളാണ്. അതിനായിട്ട് ഞാൻ സ്നേഹ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. ഓക്കെ, ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് മാം. ഓക്കെ, നമ്മൾ ഇപ്പം തേർഡ് സെം ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് സെമ്മിന്റെ പേപ്പേഴ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ഏതൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി. നമ്മൾ ഇനി ഫോർത്ത് സെം, അതായത് നെക്സ്റ്റ് സെമ്മിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് സബ്ജക്ട്, അപ്പം അത് നമ്മൾ ഇനി സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാമേ. അതായത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ നമ്മൾ നെക്സ്റ്റ് സെം വരുന്ന പേപ്പേഴ്സ് അല്ലേ, അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഏതൊക്കെയാണെന്നൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. ഫോർത്ത് സെമ്മിൽ നമുക്ക് മെയിനായിട്ട് 4 കോഴ്സസ് അല്ലെങ്കിൽ കോർ പേപ്പേഴ്സ് ആണ് വരുന്നത്. MMPC 017, MMPC 018, MMPC 0. കോർ പേപ്പേഴ്സ് ആണ് നമുക്ക് ഫോർത്ത് സെമ്മിൽ അറ്റൻഡ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത്. അതിൽ 017 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ദെൻ MMPC 018 എന്ന് പറയുന്നത് ഓൺടർപ്രണർഷിപ്പ്, ദെൻ 019 എന്ന് പറയുന്നത് TQM അല്ലെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ദെൻ MMPC 020 എന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR. ഓൾറെഡി അറിയാലോ, നമുക്കൊന്ന് തിയറി പേപ്പർ ബേസ്ഡ് ആയിട്ട് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ള പോർഷൻസ് ആണ് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 4 പേപ്പേഴ്സ് ആണ് നമുക്ക് കോർ പേപ്പേഴ്സ് ആയിട്ട് ഫോർത്ത് സെമ്മിൽ വരിക. നെക്സ്റ്റ് നമുക്ക് ഇനി എലക്ടീവ്സ് നോക്കാം. നിങ്ങൾക്ക് 4 എലക്ടീവ്സ് നമ്മൾ ഏതാണോ എടുത്തിരിക്കുന്നത് അതനുസരിച്ച് ബാക്കി എലക്ടീവ് പേപ്പേഴ്സ് ചേഞ്ച് ചെയ്യും. അതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് ഫോർത്ത് സെമ്മിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും ഔട്ട് ഓഫ് 3 നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് കോർ പേപ്പേഴ്സ് 4 എണ്ണം കമ്പൽസറി ആയിട്ടും വരും. ബാക്കി വരുന്ന എലക്ടീവ്സ് എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 3 എണ്ണം നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതിൽ HR സ്പെഷ്യലൈസേഷൻ എടുത്ത സ്റ്റുഡൻസിന് വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച്, ഓർഗനൈസേഷണൽ ഡൈനാമിക്, ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കംപ്ലീറ്റ്ലി തിയറി ബേസ്ഡ് ആയിട്ടുള്ള കുറെ പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് HR സ്പെഷ്യലൈസേഷൻ എടുത്ത സ്റ്റുഡൻസിന് അന്നേരം എലക്ടീവ്സ് ആയിട്ട് വരിക. ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഒക്കെ നമുക്ക് സിലബസ് ഒക്കെ നോക്കാം, ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ഈസിയർ ആണ്, വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും 3 എലക്ടീവ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ദെൻ FM അല്ലെങ്കിൽ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്ത സ്റ്റുഡൻസിന് വരുന്നത് സെക്യൂരിറ്റീസ് അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇക്വിറ്റി മാർക്കറ്റ്, മാനേജ്മെന്റ് ഓഫ് ഇൻഷുറൻസ് സർവീസ്. ഇതിൽ ഏറ്റവും ടഫ് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പറയാൻ പറ്റും സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. പൊതുവെ സ്റ്റുഡൻസിന് എന്താണ് ഒരു ഇച്ചിരി ടഫർ ആണെന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റീസിന്റെ ഒക്കെ കുറെ അനാലിസിസ് അല്ലെങ്കിൽ അതിന്റെ ക്രിയേഷൻസ്, അതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് നോർമലി അതാണ് ഈ ഒരു ഫിനാൻസുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫോർത്ത് സെമ്മിൽ ഇച്ചിരി ടഫ് എന്ന് പറയുന്നത്. കൂടുതൽ പേരും ബാക്കി 3 എണ്ണമാണ് ഓപ്റ്റ് ചെയ്യാൻ കൂടുതലും ചാൻസ് ഉള്ളത്. പിന്നെ നമുക്ക് എന്താണ് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിന് വരുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് റിസർച്ച്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, റീറ്റെയിൽ മാനേജ്മെന്റ്. ഈ 4 എണ്ണം ആയിരിക്കും. 4 എണ്ണത്തിൽ നിന്ന് നമുക്ക് 3 എണ്ണം ഓപ്റ്റ് ചെയ്യാം. ദെൻ ഓപ്പറേഷൻസ് ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന് ഓപ്പറേഷൻ മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS, മെയിൻ്റനൻസ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ. അതായത് നമ്മൾ ലോജിസ്റ്റിക്സിന്റെ പോർഷനൊക്കെ തേർഡ് സെമ്മിൽ കണ്ടല്ലോ, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിന്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പേപ്പർ തന്നെയാണ് നമുക്ക് എന്താ ഫോർത്ത് സെമ്മിലും കണ്ടിന്യൂ ചെയ്ത് കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് ഈ ഒരു 4 പേപ്പേഴ്സ്, അതായത് 4 എലക്ടീവ്സ് 4 സ്പെഷ്യലൈസേഷൻ എടുത്തവർക്കും ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 3 എണ്ണമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം 4 കോർ പേപ്പേഴ്സും ബാക്കി 3 എലക്ടീവ്സും ആയിരിക്കും മെയിൻലി നമുക്ക് ഫോർത്ത് സെമ്മിൽ പഠിക്കാൻ വരിക. ദെൻ നമുക്ക് ജനറൽ ആയിട്ട് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഇയർ അറ്റൻഡ് ജനറൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നോക്കാം. ഓക്കെ,
പ്രോഗ്രാം കംപ്ലീഷന് വേണ്ടുന്ന കുറച്ച് എന്താണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് 2 സെമ്മ് സബ്മിറ്റ് ചെയ്ത സ്റ്റുഡൻസ്. അപ്പം അസൈൻമെന്റ്സ് ഉണ്ട്, ടേം ആൻഡ് എക്സാമിനേഷൻസ് ഉണ്ട്, പിന്നെന്താണ് ഇവാലുവേഷൻ ഗ്രേഡിംഗ് സിസ്റ്റം. ഇത് ഇത്രയും ആയിരിക്കും മെയിനായിട്ട് നമ്മൾ എന്താണ് പ്രോഗ്രാം കംപ്ലീഷന്റെ ബേസിസ് ആയിട്ട് നോക്കുന്നത്. പിന്നെ എക്സ്ട്രാ നമുക്ക് ഈ ഒരു പ്രാവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഇയറിൽ വരുന്ന നമ്മുടെ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽ ആണ്. അത് ഓൾറെഡി നമ്മൾ തേർഡ് സെമ്മിലായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് വരിക. പിന്നെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തേർഡ് സെമ്മിലല്ല, നമ്മൾ ഹോൾ ഒരു സെക്കൻഡ് ഇയർ ഫുൾ നമുക്ക് ആ പ്രൊജക്ട് വർക്ക് നീണ്ടു നിൽക്കും. നമുക്ക് പറഞ്ഞില്ലേ 8 to 9 months എന്ന് പറഞ്ഞില്ലേ, അതൊരു കംപ്ലീറ്റ്ലി ഇതിന്റെ നിങ്ങളൊരു ഫോർത്ത് സെം കംപ്ലീറ്റ് ആകുന്നതോടുകൂടായിരിക്കും അത് കംപ്ലീറ്റ് ആകുന്നത്. ദെൻ അസൈൻമെന്റ്സ് ഓൾറെഡി നമ്മൾ അറിയാം എന്താണ് A4 ഷീറ്റിൽ വെക്കണം, കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് നോക്കാം. ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ, പക്ഷെ എങ്കിലും എന്താണെന്ന് ഡീറ്റെയിൽ ഒന്ന് നോക്കിയേക്കാം. അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം യൂഷ്വലി എന്താണ് ഇഗ്നോ സ്റ്റഡി സെന്ററിൽ ആയിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഡ്യൂ ഡേറ്റ് കാണും. അതിൽ നമ്മൾക്ക് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റ് നമ്മൾ നോക്കുക. ആ ഒരു പർട്ടിക്കുലർ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ ഡയറക്റ്റ് ഇഗ്നോ സ്റ്റഡി സെന്ററിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ചോദിക്കാം, ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും ചോദിക്കാം. ദെൻ അതേപോലെ തന്നെ എന്താണ് ഹാൻഡ് റിട്ടൺ ഫോമിലാണ് നമ്മൾ ഇത് എഴുതി വെക്കേണ്ടത്. അല്ലാതെ ടൈപ്പ് ചെയ്ത് ഓൺലൈനായിട്ട് ഒന്ന് സബ്മിറ്റ് ചെയ്യുക അല്ല, ഹാൻഡ് റിട്ടൺ ഫോമിലായിരിക്കും A4 ഷീറ്റ് പേപ്പറിൽ നമ്മൾ റിട്ടൺ ഫോമിലായിരിക്കും സബ്മിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഫ്യൂച്ചർ റെക്കോർഡ്, അതായത് നമ്മൾ വെച്ചു എന്നതിന്റെ നമുക്കൊരു ഫർദർ റെക്കോർഡ് എന്ന രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ വൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റഡി സെന്ററിൽ നിന്നും അതിന്റെ അക്നോളജ്മെന്റ് സ്ലിപ്പ് അല്ലെങ്കിൽ ആ റെസിപ്റ്റ് നമ്മൾ കൈപ്പറ്റിയിരിക്കണം, അത് സൂക്ഷിച്ചു വെച്ചിരിക്കണം. അത് കോർഡിനേറ്ററിന്റെ സൈനും സീലും ഉള്ള ആ ഒരു സ്ലിപ്പ് ആയിരിക്കും. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്താ ഇമ്പോർട്ടൻറ്റ് മാറ്റർ എന്ന് തന്നെ പറയാം. നമ്മൾ വെച്ചു എന്നതിന്റെ ഒരു തെളിവാണ്, അത് സബ്മിറ്റ് ചെയ്തു എന്നതിന്റെ ഒരു തെളിവാണ്. ദെൻ ഇത് ഇവാലുവേറ്റ് ചെയ്ത് ഒരു വിത്തിൻ 1 month എന്താണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത അസൈൻമെന്റ് തിരിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ അറിയാലോ എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അതിന്റെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു സമയം ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ദെൻ ആ കിട്ടുന്ന അസൈൻമെന്റ് മാർക്കിനെ നമ്മൾ TMA അല്ലെങ്കിൽ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് എന്നാണ് പറയുന്നത്. ദെൻ ഇതിന് പാസ്സാകാനുള്ള മിനിമം മാർക്ക് എന്ന് പറയുന്നത് 40% ആണ്. ടേം ആൻഡ് എക്സാമിനേഷന് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതണമെങ്കിൽ വൺസ് നമ്മളുടെ ഈ അസൈൻമെന്റ്, അതായത് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ഇഷ്യൂ ചെയ്തിരിക്കുന്ന അസൈൻമെന്റ് ക്വസ്റ്റ്യന്റെ ബേസിസിലുള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ പർട്ടിക്കുലർ എക്സാമിന്റെ ആ സബ്ജക്റ്റിന്റെ എക്സാംസ്, തിയറി എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആവത്തുള്ളൂ. നെക്സ്റ്റ് ഓക്കെ, നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി അറിയാം ഇയർലി നമുക്ക് 2 പ്രാവശ്യമാണ്, ജൂണിലും ഡിസംബറിലുമാണ് നടക്കുന്നത്. MBA-ക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അറിയാം സെമസ്റ്റർ വൈസ് ആണ് നമുക്ക് എക്സാംസ് വരിക. നമുക്ക് തേർഡ് സെമസ്റ്റർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത്, അതായത് ഇപ്പം നിങ്ങൾ ജൂലൈ ബാച്ചാണ്, തേർഡ് സെമസ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഡിസംബറിൽ തേർഡ് സെമസ്റ്ററിന്റെ എക്സാം എഴുതാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ജൂൺ വരുമ്പോഴത്തേന് ഫോർത്ത് സെമ്മിന്റെ എക്സാം എഴുതാം. ദെൻ ആഫ്റ്റർ കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എന്താണ് നമ്മളുടെ അസൈൻമെന്റിന്റെ മാർക്കും കൂടെ കിട്ടി, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും നമ്മുടെ ഓവറോൾ ഗ്രേസ് പാസ്സാകുന്ന ഗ്രേഡും ഒക്കെ വരിക. ദെൻ അതേപോലെ തന്നെ എന്താണ് 31 മാർച്ചിന് മുമ്പായിട്ട് നമ്മൾ ജൂണിൽ എക്സാം എഴുതുന്നവരാണ് എങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, 31 മാർച്ചിന് മുമ്പായിട്ട് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഡിസംബർ എക്സാം എഴുതുന്നവരാണെങ്കിൽ സെപ്റ്റംബർ 30th മുമ്പായിട്ടായിരിക്കും നോർമലി നമ്മൾ ഓൺലൈൻ ഫോംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഫിൽ ഔട്ട് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ തിയറി എക്സാംസിനും നമ്മൾ അസൈൻമെന്റ് മാർക്കിന് പറഞ്ഞു, അസൈൻമെന്റ്സിന് മിനിമം മാർക്ക് 40% പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ടേം ആൻഡ് എക്സാമിനും 40% ആണ് നമ്മുടെ മിനിമം പാസ് മാർക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൽ താഴോട്ടാണ് എങ്കിൽ ബിലോ 40% ആണെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു സബ്ജക്റ്റ് റീഅപ്പിയർ ചെയ്യേണ്ടി വരും. അത് എഴുതിയെടുക്കാനുള്ള ഒരു ടൈം ഗ്യാപ്പ് നമുക്കറിയാലോ, വിത്തിൻ 4 years. അതായത് നമ്മുടെ രജിസ്ട്രേഷൻ ടൈം പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പേപ്പർ റീഅപ്പിയർ ചെയ്ത് എടുക്കേണ്ടതുണ്ട്, പാസ്സാകേണ്ടതുണ്ട്.
ദെൻ ഇവാലുവേഷൻ ഗ്രേഡ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. നമുക്ക് ട്യൂട്ടർ മാർക്ക് എന്ന് പറയുന്ന അസൈൻമെന്റ് മാർക്കിനെ നമ്മൾ 30 കൺവേർട്ട് ചെയ്യും. ദെൻ തിയറി എക്സാമിന്റെ മാർക്കിനെ 70 കൺവേർട്ട് ചെയ്ത് അങ്ങനെ ഔട്ട് ഓഫ് 100 ആയിരിക്കും നമ്മുടെ ഓവറോൾ ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് വരിക. രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തായിരിക്കും നമ്മുടെ റിസൾട്ട് വരിക കേട്ടോ. ഇതിന്റെ ബേസിലുള്ള ഗ്രേഡിംഗ് സിസ്റ്റം ആണ് അത് കൊടുത്തിരിക്കുന്നത്. അതായത് 60% അതിന് എബോ ആണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എങ്കിൽ അതിനെ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയാം. ദെൻ 50% തൊട്ട് 59.9 വരെയാണ് നമുക്ക് കിട്ടുന്ന മാർക്ക് പെർസെൻറ്റേജ് എങ്കിൽ അതിനെ സെക്കൻഡ് ഡിവിഷൻ എന്ന് പറയാം. ഇനി 40% അല്ലെങ്കിൽ 49.9% ഇടയ്ക്കാണ് നമുക്ക് കിട്ടുന്ന മാർക്ക് എങ്കിൽ അതിനെ തേർഡ് ഡിവിഷൻ എന്ന് പറയാം. ഇനി അതല്ല, നമ്മൾ പറഞ്ഞല്ലോ ബിലോ 40% എന്ന് പറയാം. ബിലോ 40% ആണെങ്കിൽ അൺസക്സസ്ഫുൾ, അതായത് നമുക്ക് റീഅപ്പിയർ ചെയ്യണം, അതായത് നമ്മൾ പാസ് അല്ല എന്ന രീതിയിലായിരിക്കും റിസൾട്ട് വരിക. ഇങ്ങനെ 4 സ്റ്റേജ് അല്ലെങ്കിൽ 4 പോയിന്റ് ആണ് ഗ്രേഡിംഗ് സിസ്റ്റത്തിന് വരുന്നത്. ഓക്കെ, ഇത് ഇത്രയുമാണ് നമ്മുടെ ഓവറോൾ ഈ ഒരു സെക്കൻഡ് ഇയറിന്റെ ബേസിസ് ആയിട്ട് നമുക്ക് പറയാനുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ്. ഒരു ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതായത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, എത്രത്തോളം സബ്ജക്ട്സ് ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, സെക്കൻഡ് ഇയറിൽ എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നൊരു ഏകദേശം ഒരു ഐഡിയ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിലിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും പ്രൊജക്ട് ഒക്കെ സെറ്റ് ആകാനാണ്. ഗൈഡിനെ എല്ലാം സെറ്റായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ്. നിങ്ങൾക്ക് ടൈം ടേബിൾ അയച്ചു തന്നിട്ടുണ്ട്. ടൈം ടേബിൾ നോക്കിക്കോളുക. ടൈം ടേബിൾ അനുസരിച്ചിട്ട് ഏത് സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് വരുന്നത് നോക്കുക. അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു. റിസർച്ച് മെത്തഡോളജി ആയിരിക്കും. MMPC 0015 ആയിരിക്കും. അതിന്റെ ലൈവ് സെഷൻസ് എന്തായാലും നെക്സ്റ്റ് വീക്കോ അത് കഴിഞ്ഞിട്ടുള്ള വീക്കോ വരുന്നതായിരിക്കും. കാരണം നമുക്കറിയാം നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാനുണ്ട്, അതിന്റെ കൂടെ തന്നെ പ്രൊജക്ട് ചെയ്യാനുണ്ട്. അത്യാവശ്യം നല്ല ഇതായിട്ട് നമ്മുടെ കോഴ്സ് വർക്ക് പോകുന്ന ഒരു ടൈമാണ് തേർഡ് സെമസ്റ്റർ. നമുക്ക് ഒന്നിനും സമയം കിട്ടാത്ത ഒരു സെമസ്റ്ററാണ്. അപ്പൊ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒന്ന് മാനേജ് ചെയ്യാം. വൺസ് നിങ്ങളുടെ സിനോപ്സിസ് നിങ്ങളൊന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 or 2 months എടുക്കും. ഒരു 1-1.5 മാസത്തോളം എടുക്കും നിങ്ങൾക്കത് കറക്റ്റ് ചെയ്ത് കിട്ടാൻ. ആ ടൈം കൊണ്ട് നിങ്ങൾക്ക് അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സിനോപ്സിസ് വെക്കാത്തവര് അല്ലെങ്കിൽ സിനോപ്സിന്റെ വർക്ക് പെൻഡിങ് ഉള്ളവരാണെങ്കിൽ എത്രയും വേഗം അത് കംപ്ലീറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഈ സെമ്മിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സെമ്മിലേക്ക് അത് എടുക്കുക. ഈ സെമ്മിൽ അത് സ്കിപ്പ് ചെയ്യുക. പ്രൊജക്ട് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി എക്സാം എഴുതിക്കോളൂ. നെക്സ്റ്റ് സെമ്മിൽ അത് ആക്റ്റീവായിട്ട് എടുക്കുക. കഴിവതും നേരത്തെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്ക് ടൈമില്ല, നാളെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യും അല്ലേ മാം? നാളെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യും. കഴിവതും നെക്സ്റ്റ് വീക്ക് ഫസ്റ്റ് ബ്ലോക്കിൻ്റെത് വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് 3 ബ്ലോക്ക് തിയറിയാണ്. നമുക്ക് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. തേർഡ് ബ്ലോക്ക് പ്രൊജക്റ്റ് ആണ്. നമുക്ക് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പ്രൊജക്റ്റിൽ എഴുതാനുണ്ട്. അതിൽ നമ്മളുടെ സാമ്പിളിങ്, ഹൈപ്പോത്തസിസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് തേർഡ് ബ്ലോക്കിൽ നമുക്കുള്ളത്. അത് കംപ്ലീറ്റ്ലി നമുക്ക് പ്രോബ്ലം ആണ്. അതിൽ നിന്ന് പ്രോബ്ലം നമുക്ക് ചോദിക്കാറുണ്ട്. അതിന്റെ വീഡിയോയും നിങ്ങളുടെ ആപ്പിനകത്ത് എക്സ്ട്രാ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ശരി എന്നാ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ലീവ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ ജോയിനിങ്. മാം, ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിലുള്ള അസൈൻമെന്റിന്റെ ഒന്നിന്റെയും മാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ നീ എന്താ ചെയ്യാ? ഫസ്റ്റ് സെമസ്റ്റർ ആണോ? ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മിന്റെയും മാർക്ക് ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല. ഏത് കോളേജാ? സ്റ്റഡി സെന്റർ ഏതാ? സ്റ്റഡി സെന്റർ PSMO തിരുവരങ്ങാൻ. PSMO ചെന്ന് അന്വേഷിച്ചിരുന്നോ? കാര്യം എന്താണോ? ഞാൻ ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്തത്. ഞാൻ ഓൺലൈൻ ആയിട്ടാണ് MBA ചെയ്യുന്നത്. ഓൺലൈൻ MBA ആണെങ്കിൽ സ്റ്റഡി സെന്റർ ഇല്ലല്ലോ. ഓൺലൈൻ സ്റ്റഡി സെന്റർ ഇല്ല, റീജിയണൽ സെന്റർ ആണ് കലൂര്. അതെ അതെ അല്ലേ? അപ്പൊ നീ റീജിയണൽ സെന്ററിൽ പോയിട്ട് നമ്മള് ചോദിക്കേണ്ടി വരും അല്ലേ? എക്സാം എഴുതിയതായിരിക്കും PSMOയില്. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ ഇല്ല, റീജിയണൽ സെന്ററേ ഉള്ളൂ. റീജിയണൽ സെന്ററിൽ പോയി അന്വേഷിക്കാം. അവിടെ നിന്ന് ഒരു അപ്ഡേറ്റും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ നമുക്ക് ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഗ്രീവൻസസ് ഫയൽ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിനകത്ത്. അവിടെ നമ്മൾക്ക് അറ്റാച്ച് ചെയ്ത് ഇപ്പൊ നമ്മളുടെ LMSൽ നോക്കിയാൽ അറിയാമായിരിക്കുമല്ലോ. ഷെഫ്ന ആണല്ലേ? ഷെഫ്ന, നമ്മുടെ LMSന്റെ അക്കൗണ്ടിൽ നോക്കിയാൽ നമുക്ക് അപ്ഡേഷൻ ഉണ്ടല്ലോ. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഗ്രീവൻസസ് ഹാൻഡ്ലിങ്ങിനകത്ത് കൊടുക്കുക. ഞാൻ എന്റെ ഫസ്റ്റ് 2 സെമ്മിന്റെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ത്രൂ ആയിരുന്നു. ഇതിന്റെ ഒരു അപ്ഡേഷൻസ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞൊരു മെയിൽ അയക്കാം. അതല്ലാതെ തന്നെ ഇഗ്നുവിന്റെ തന്നെ വേറെ 2 മെയിൽ ID ഉണ്ട്. അതിലൂടെ നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉറപ്പായിട്ടും ഒരു റിപ്ലൈ കിട്ടും.
ഞാൻ റീജിയണൽ സെന്ററിനോട്ട് സാധാരണ മെയിൽ അയച്ചായിരുന്നു, പക്ഷെ അവര് എടുക്കുന്നില്ല ഒന്നും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിൽ കയറി PPTC ഫയൽ ചെയ്താൽ മതി. അപ്പൊ ഈ LMS ആ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന്റെ അല്ലെ അപ്ലോഡ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. എന്നിട്ട് 2 സെമസ്റ്ററിന്റെ അപ്ലോഡ് ചെയ്താണ്. എന്നിട്ട് ഗ്രേഡ് കാർഡിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറയുക അത് 2 ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ടില്ല, സോ കൈൻഡ്ലി ഡു ദ നീഡ്ഫുൾ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെയില് അവർക്ക് അയച്ചു, അല്ലെങ്കിൽ ടൈമിങ്ങിനകത്ത് കൊടുത്താൽ മതി. അയക്കാനുള്ള മെയിലിന്റെ 2 അഡ്രസ്സ് ഞാൻ അയച്ചു തരാം കേട്ടോ. ആ ആ ഓക്കെ ഓക്കെ എന്നിട്ട് ശരി ഇതാണ്. ശരി. വേറെ ഒന്നും ഇല്ലല്ലോ. ഹലോ ആ മാം, ഞാൻ 2021 ജോയിൻ ചെയ്ത ആളാണ്. ആ. അപ്പോൾ എന്റെ ടൈം പീരീഡ് നെക്സ്റ്റ് 25 ജൂൺ ആണ്. ആ. ഫസ്റ്റ് സെമ്മിന്റെ എക്സാംസ് എല്ലാം പാസ്സായി കംപ്ലീറ്റ് ആയി. സെക്കൻഡ് സെമ്മിന്റെ 3 പേപ്പറെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒച്ചത്തിൽ പറയാവോ എന്തായിരുന്നു? സെക്കൻഡ് സെമ്മിന്റെ 3 പേപ്പേഴ്സ് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഈ കഴിഞ്ഞ എക്സാമിന്. ആ. അപ്പോ ഞാനിപ്പോ എനിക്ക് അടുത്ത വർഷം എന്റെ ഈ ടൈം കഴിഞ്ഞാല് ഏതെങ്കിലും പേപ്പേഴ്സ് ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അതോ ജൂണിനുള്ളിൽ മൊത്തം റിസൾട്ടും പാസ്സാവണമെന്നാണ്? 4 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. മൊത്തം അല്ലേ? 4 വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ എനിക്കൊരു ഓപ്ഷനായിട്ട് പറയാൻ പറ്റുന്നത്, ഫസ്റ്റ് 2 സെമസ്റ്റർ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ PGDMയുടെ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഇഗ്നൂര് ചെയ്തതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് കിട്ടും. അതിപ്പോ ഡിസംബറിൽ പെൻഡിങ് ആയിട്ടുള്ള പേപ്പേഴ്സ് എഴുതിയിട്ട്, അതല്ല എങ്കിൽ നമുക്ക് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ കറക്റ്റ് ആയിട്ട്? തേർഡ് സെം വരെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആണ്, ഫോർത്തിന്റെ ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനുവരിയിൽ 4th സെമ്മിന്റെയും കൂടെ റീ രജിസ്റ്റർ ചെയ്തിട്ട് അതങ്ങ് എഴുതാൻ നോക്കുക. ഒരു പ്രോജക്റ്റ് ആണ് പെൻഡിങ് വരുന്നത്. ഒന്ന് ഈ 2 ഓപ്ഷനാണ്. ഈ ഡിസംബർ ആകുമ്പോഴത്തേക്കിന് സെക്കൻഡിന്റെ പെൻഡിങ് ഉള്ള 4 പേപ്പർ, 3 അറ്റൻഡ് ചെയ്തുള്ളൂ, 4 പേപ്പറും അതേപോലെ തേർഡ് സെമ്മിന്റെ വരുന്ന പേപ്പറുകളും കൂടെ ഡിസംബറിൽ എഴുതി എടുത്തിട്ട് നെക്സ്റ്റ് ജാനുവരി ഒക്കെ ഇടയ്ക്ക് ഒരു മെയ്ക്ക് മുമ്പായിട്ട് സിനോപ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് പ്രൊജക്ടിന്റെ കാര്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്തിട്ട് 4th സെമ്മിന്റെ എക്സാം ജൂണിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. അല്ല എങ്കിൽ ഫസ്റ്റ് ഇയർ മാത്രമായിട്ട് എഴുതിയിട്ട് നമുക്ക് ഇതുപോലെ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. PGDM സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. സെക്കൻഡ് ഇയറിലേക്ക് റീജോയിൻ ചെയ്യുന്നില്ല, ഇവിടെ വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ കൊടുത്ത് ചെയ്യേണ്ടി വരും.